നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ നഗരമായ ഹാംബുർഗിലാണ്. ഈ നഗരത്തിൻ്റെ ജീവനാഡിയായ എൽബ് നദിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഈ നദിക്ക് മുകളിലൂടെയല്ല, മറിച്ച് നദിക്ക് അടിയിലൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അതെ, ഹാംബുർഗിലെ ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്നായ പഴയ എൽബ് ടണൽ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള ലിഫ്റ്റുകൾ കണ്ടോ? ഇതൊരു പ്രധാന എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. നമ്മൾ ആളുകൾ മാത്രമല്ല, കാറുകളും ഈ വലിയ ലിഫ്റ്റുകളിലൂടെയാണ് താഴേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ താഴെ എത്തി. എൽബ് നദിക്ക് ഏകദേശം 24 മീറ്റർ താഴെയായാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചിന്തിക്കാൻ പോലും പ്രയാസമല്ലേ? നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയാണ് വലിയ കപ്പലുകൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ടണലിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ 2 സമാന്തരമായ ടണലുകൾ ഉണ്ട്. കണ്ടോ? ഒരെണ്ണം അങ്ങോട്ട് പോകാനും മറ്റൊരെണ്ണം ഇങ്ങോട്ട് വരാനുമായാണ് 1911 നിർമ്മിച്ചത്. 100 വർഷത്തിലധികം പഴക്കമുള്ള നദിക്ക് അടിയിലൂടെയുള്ള ഈ അത്ഭുത തുരങ്കത്തിലേക്ക് നമുക്ക് പോവാം. എന്നാൽ ഇപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. രണ്ടാമത്തേത് നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ അറ്റകുറ്റപ്പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ചരിത്ര പ്രസിദ്ധമായ കെട്ടിടത്തിനുള്ളിലാണ്. ഇവിടെയുള്ള ആർട്ട് വർക്കുകൾ നോക്കൂ. ഓരോ ടൈലിലും നദിയിലെ മീനുകൾ, കപ്പലുകൾ, കക്കകൾ എന്നിവയുടെ ചിത്രങ്ങൾ കാണാം. ഈ ടണലിൻ്റെ നീളം ഏകദേശം 426 മീറ്റർ ആണ്. ഈ ചുവരുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇവയെല്ലാം മനോഹരമായ സെറാമിക് ടൈലുകൾ കൊണ്ടാണ് അലങ്കരിച്ചത്. പണ്ട് ഇതിലൂടെ കാറുകൾ ഇരുവശങ്ങളിലേക്കും ധാരാളമായി പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പ്രധാനമായും കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കുമാണ്. ഇവർക്ക് ഈ യാത്ര തികച്ചും സൗജന്യവുമാണ്. ഈ ടണലിൻ്റെ കഥ തുടങ്ങുന്നത് 1911 അക്കാലത്ത് ഹാംബുർഗ് തുറമുഖത്ത് ജോലി ചെയ്തിരുന്ന 10,000 കണക്കിന് തൊഴിലാളികൾക്ക് നദിയുടെ മറുകരയിലെത്താൻ വലിയ പ്രയാസമായിരുന്നു.
കപ്പലുകളും ബോട്ടുകളും കാരണം നദി കടക്കുന്നത് അപകടകരമായിരുന്നു. അങ്ങനെയാണ് നദിക്കടിയിലൂടെ ഒരു തുരങ്കം എന്ന ആശയം വന്നത്. നമ്മളിപ്പോൾ ടണൽ കടന്ന് മറുകരയിലെത്തി. 1911 നിർമ്മാണ സമയത്ത് എത്ര കൃത്യതയോടെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇവിടെ നിന്ന് മുകളിലേക്ക് വന്ന് പുറത്തിറങ്ങിയാൽ കാണുന്ന കാഴ്ചയാണിത്. ഹാംബുർഗ് നഗരത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണിത്. ലാൻഡുങ്സ്ബ്രൂക്കൻ, ഐക്കോണിക്കായ എൽബ് ഫിൽ ഹാർമോണി, തുറമുഖത്തെ വലിയ ക്രെയിനുകൾ, ഇതെല്ലാം ഇവിടെ നിന്ന് കാണാം. ഹാംബുർഗ് സന്ദർശിക്കുന്നവർ ഫോട്ടോ എടുക്കാൻ ഏറ്റവും കൂടുതൽ എത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ് സ്റ്റൈൻവെർട്ടർ വ്യൂ പോയിന്റ്. അപ്പോൾ ഹാംബുർഗിലെ ചരിത്രപരമായ ഈ പഴയ എൽബ് ടണൽ സന്ദർശനം എങ്ങനെയുണ്ടായിരുന്നു? 110 വർഷത്തിലേറെ പഴക്കമുള്ള നദിക്ക് അടിയിലൂടെയുള്ള ഈ അത്ഭുതയാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചരിത്രവും എഞ്ചിനീയറിങ്ങും ഒത്തുചേരുന്ന ഈ സ്ഥലം ഹാംബുർഗിൽ വരുമ്പോൾ തീർച്ചയായും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പുതിയ സ്ഥലത്ത് നിന്ന് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.